എന്റെ അടുത്ത മാട്രിമോണി റിജക്ഷൻ. ശരിക്കും എനിക്കൊരു പ്രൊപ്പോസൽ വന്നു. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പം ആദ്യത്തെ മാരേജ് ചെയ്ത് ഫെയിലായി പോയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫെയിൽ ആവരുതല്ലോ. അപ്പം എന്റെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എനിക്ക് എന്റെ ഫ്രീഡം ഓഫ് ചോയ്സിൽ കൈ കടത്തുന്നത് ഇഷ്ടമല്ല. അപ്പൊ ചേട്ടൻ ചോദിച്ചു, അതെന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെന്റെ കരിയർ അല്ലെങ്കിൽ ജോബ്, ഇപ്പൊ എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതാണല്ലോ കരിയർ. പിന്നെ എനിക്കിപ്പം ഒന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ എന്നോട് പറയാനേ, നീതു, ഞങ്ങളുടെ ഫാമിലിക്ക് ഇങ്ങനെ പെണ്ണുങ്ങള് ജോലിക്ക് പോയിട്ട് വീട് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ നീതുന് പോകണം എന്ന് അത്യാവശ്യമാണെങ്കിൽ നീതു പൊക്കൂ, പക്ഷെ എനിക്ക് താല്പര്യം ഇല്ല. എങ്കിലും നീതുന് പോകണം നിർബന്ധമാണെങ്കിൽ ഓക്കെ, നീതു പൊക്കോളൂ. ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പം വളരെ മാന്യമായിട്ട് സാരി, ചുരിദാർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. പിന്നെ നീതുനിപ്പം ജീൻസും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ആവാം. നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തോട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നീതുനാണെങ്കിൽ അതൊക്കെ ആവാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓക്കെ ശരി ചേട്ടാ, ബൈ ബൈ ചേട്ടാന്ന് പറഞ്ഞു പോയി. നമ്മൾ തുടക്കത്തിലെ നമ്മുടെ ഇഷ്ടങ്ങൾ പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ തുറന്ന് സംസാരിച്ചു. അപ്പം പുള്ളിയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. അപ്പൊ തുടക്കത്തിലെ ഇതൊക്കെ സംസാരിച്ചിട്ട് ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തുടക്കത്തിൽ തന്നെ ആ ഒരു പ്രൊപ്പോസൽ വേണ്ടാന്ന് വെച്ചു.